താങ്കളിപ്പോൾ സിനിമയിൽ താങ്കളുടെ രൂപഭേദത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. ഒരുപക്ഷെ താങ്കളുടെ കൂടെ പല സിനിമകളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾക്ക് എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. കാഴ്ചായൻ്റെ കൂടെ നിരവധി സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇത്രയും ആകാരവടിവുള്ള ഉയരമുള്ള അഭിനയശേഷിയുള്ള ഒരു വില്ലൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ധാരാളം വില്ലൻ വേഷങ്ങൾ രാജാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്ത് വില്ലൻ വേഷങ്ങൾ ചെയ്യില്ല എന്നുള്ള തീരുമാനമെടുക്കുകയും പോസിറ്റീവ് ക്യാരക്ടറായിട്ടുള്ള റോളുകൾ മാത്രം ചെയ്യാൻ തീരുമാനമെടുത്തു. അതെന്തുകൊണ്ടാണെന്നാണ് എനിക്കറിയേണ്ടത്. മലയാള സിനിമയിൽ തന്നെ, സിനിമയിൽ ഏത് സിനിമയിലായാലും നമ്മളിപ്പോൾ വില്ലൻ വേഷമാണെങ്കിലും അതുപോലെ നായക വേഷമാണെങ്കിലും അല്ലെങ്കിൽ ഒരു സഹനടൻ, ഹാസ്യതാരം ഒക്കെ അഭിനയമാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അഭിനയത്തിൽ നിന്ന്, അതായത് വില്ലൻ വേഷങ്ങൾ ചെയ്യില്ല എന്നുള്ള തീരുമാനമെടുത്തത് എന്നാണ് എനിക്കറിയേണ്ടത്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയാനുള്ളൊരു ജിജ്ഞാസ. രണ്ട്, മൂപ്പരെപ്പോലുള്ള ആൾക്കാരെ താങ്കൾ കൈയൊഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു പരിദേവനം. ഈ രണ്ടും കൂടി ചേർന്നാണ് ഈ ചോദ്യം ഉയർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട അബു എൻ്റെ കൊച്ചനിയനാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പോലീസ് യൂണിഫോം ഇട്ടെന്നുള്ളൊരു പ്രധാന ഘടകം. ഞാൻ യൂണിഫോം ഇട്ട വ്യക്തിയല്ലേ, അങ്ങനെയുള്ളവരോട് എനിക്ക് പ്രത്യേക ആദരവുണ്ട്. അപ്പോൾ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എൻ്റെ കൊച്ചനിയൻ അബൂ സലീം. അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഈ നെഗറ്റീവ് വേഷം ചെയ്ത് പൊന്നബുവെ, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് ചെയ്ത് മടുത്തങ്ങ് ഈ വില്ലന്മാരുടെ വേഷം ചെയ്യുമ്പോൾ നമുക്കൊരു ഫാമിലി ഉണ്ടോ, അപ്പനുണ്ടോ, അമ്മയുണ്ടോ, ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെങ്ങനെ വികാരങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നത്? വില്ലനുമായിട്ട് 4 തെറി പറയുക, അക്കാലത്ത് ഹീറോയിൻ്റെ കൈക്ക് കയറി പിടിക്കുക, അല്ലെങ്കിൽ വലിച്ചെറിയുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം അത് വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ട് വലിയ ഘടകമാണ്. എന്താ ഇവൻ പ്രൊഫഷൻ ആണെങ്കിൽ പോലും നാളെ പോയി എനിക്ക് പോയി സ്മഗ്ലിങ്ങിന് പോകാൻ പറ്റുമോ? ഞാൻ പോയി ഇവിടെ കഞ്ചാവ് വിറ്റ് പണം ഉണ്ടാക്കാൻ പറ്റുമോ? ഒക്കുകയില്ല. എന്നെ വളർത്തിയെടുക്കുന്നത് അതുപോലെ. അത് തന്നെ പടത്തിലാണെങ്കിൽ പോലും നെഗറ്റീവ് വേഷം ചെയ്യുമ്പോൾ എനിക്കങ്ങ് നഖം മുതൽ വിട്ടു പോലെ അങ്ങ് ദേഷ്യം എല്ലാവരോടും. ഒരു സീൻ പോലും. താങ്കൾക്ക് ഇങ്ങനെയൊക്കെ ദേഷ്യം വന്നാൽ മറ്റവൻ്റെ അവസ്ഥ എന്താവും? അതെന്ത് ഐഡി കൊള്ളണം, ഞാൻ കൊണ്ടമാതിരി തിരിച്ചു പിടിക്കും ഞാൻ. അത് ആ അവസ്ഥ വന്നാൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് മടുത്തു. തലമുറ ഇനി വില്ലന്മാരായിട്ട് കുഞ്ഞുങ്ങൾ വരരുതെന്ന് ഞാൻ പറയില്ല, വന്നോണ്ടാട്ടെ. പക്ഷെ സിനിമ ഒരു ഹീറോ ഉണ്ടാകുന്ന അവിടെ ഒരു വില്ലൻ ഉള്ളതുകൊണ്ടല്ലേ? അതൊക്കെ സത്യമാണ്. എന്ന് നന്ന ഹീറോസ് ആയവരോട് ഇതേ വില്ലൻ ചെയ്യാമെന്ന് ചെയ്യുമോ? ഒരു നല്ല മോഹൻലാലൊക്കെ ഒരു ഡസൻ ചിത്രങ്ങളിൽ ഒരു കാലയളവിൽ, ഒരു പീരീഡിലെ നമ്മൾ ഉൾപ്പെടെ, ബ്രിട്ടാസ് ഉൾപ്പെടെ അമ്മയെടുത്ത് കുളിപ്പിച്ച് ഒരു നിക്കറുമൊക്കെ ഇട്ട് ഇഴയാൻ കൊണ്ട് നിലത്തിരുത്തും. അന്ന് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഓർമ്മയുണ്ടോ? അതിപ്പോൾ ചെയ്യാറുണ്ടോ? അറിയാതെ പലതും സംഭവിച്ചു പോകുന്നുണ്ട് നിക്കറിനിടയിൽ കൂടെ ഒക്കെ. ഓർമ്മയുണ്ടോ ആ കാലം? മൂത്രമൊഴിക്കുന്ന കാര്യമൊക്കെ. മൂത്രം മാത്രമല്ല, വേറെ അതിൻ്റെ പുറകെ വേറെ എന്താണ്? അതിപ്പെല്ലാം സംഭവിക്കാം. പക്ഷെ അതുപോലെയാണോ താങ്കൾ? അല്ല, ഇത് അതുപോലെ തന്നെയാണ്. പലതും ഒരു പീരീഡിൽ കയറി വരാൻ വേണ്ടി ഞാൻ വരുന്ന കാലത്ത് മലയാള സിനിമയിൽ സോമൻ, സുകുമാരൻ, അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ മധുസാർ, നസീർ സാറൊക്കെ അവരുടെ ബോഡി ഷേപ്പും ഒക്കെ വലിയ ഹൈറ്റുള്ളവരൊന്നും ആരുമില്ല. ആരാ ഉള്ളത്? സത്യമാസ്റ്ററൊക്കെ വെരി മീഡിയം ഹൈറ്റ് അവരെല്ലാം. പിന്നെ വന്ന് മമ്മൂട്ടി, മോഹൻലാലും വലിയ ഓവർ ഹൈറ്റ് ഒന്നുമില്ല. കറക്റ്റ് മലയാള ഹീറോയ്ക്ക് പറ്റിയ ഹൈറ്റാണ്. ഞാൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പ്രചോദനം ആരാന്ന് പറയട്ടെ വിട്ടാസ്. ഹിന്ദിയിൽ ഇങ്ങനൊരു യാങ്കിയായിരിക്കുന്ന അമിതാഭ് ബച്ചൻ, ഡാർക്കാണ്, വലിയ കളർഫുൾ ഒന്നും അല്ല പുള്ളിക്കാരന് കയറി ഓൾ ഓവർ ഇന്ത്യ അടിച്ച് കലക്കാമേ, നമുക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്ത് കൂടാന്ന് പറഞ്ഞാൽ അതുപോലെ നല്ല പൊക്കവും നല്ല ഒക്കെ തന്നിട്ടുണ്ട്, സൗന്ദര്യമുണ്ട്. അതെ, എങ്ങനെയാണ് ദൈവം നമ്മുടെ ട്രാക്ക്. അപ്പോൾ അങ്ങനെ താങ്കൾ ഒരു നായകനാകാൻ വേണ്ടി വന്നു? നായകൻ അങ്ങനെയല്ല, നല്ല വേഷം ചെയ്യാൻ വേണ്ടി വന്നു. ഓക്കെ, എനിവേ, എന്തായാലും ഹീറോ ആണെന്നായിരിക്കുമല്ലോ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനുണ്ട്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ താങ്കളെ പിടിച്ച് ഇതിലേക്ക് ഇട്ടു. ഇതിലായിപ്പോയി, അങ്ങ് പൂട്ടിയിട്ടല്ലോ വില്ലൻ. ആരാണ് ആ പണി ചെയ്ത ഒരു വിദ്വാൻ താങ്കളെ അതിലേക്ക് കൊണ്ടുവന്ന് സ്പിൻ ചെയ്തിട്ട്? അത് അങ്ങനെ സംഭവിക്കുന്നത് എന്നാ ചോദിച്ചാൽ, ചെയ്ത പടങ്ങളെല്ലാം ഹിറ്റായിട്ട് മാറി. ഞാൻ നെഗറ്റീവ് വില്ലനാണ് തോന്നിപ്പിക്കുന്ന ക്യാരക്ടറാണ് ഡയറക്ടർ ജോഷി സാറ രക്തം എന്നുള്ള പടം എനിക്ക് തരുന്നത്. ഒരു സെക്കൻഡ്, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരാൾക്കെന്ന് പറയാനുണ്ട്. ഹലോ രാജു, സൗഹൃദ ബന്ധങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഇന്നത്തെ കാലത്ത് എത്രയോ വർഷങ്ങളായി നമ്മൾ തമ്മിലുള്ള സൗഹൃദം അതുപോലെ കാത്തു സൂക്ഷിക്കുന്നു. 8ാം ക്ലാസ് മുതൽ ഡിഗ്രി കോഴ്സ് കഴിയുന്നത് വരെ ഒന്നിച്ച് ഒരേ ക്ലാസ്സിൽ പഠിക്കുകയും അതിനുശേഷം രാജു മിലിറ്ററിയിൽ ചേരുകയും ക്യാപ്റ്റൻ പദവി വരെ എത്തുകയും സിനിമാ ഫീൽഡിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വില്ലൻ കഥാപാത്രമായി മാറുകയും ചെയ്തു. രാജു സിനിമാ രംഗത്തേക്ക് വരാൻ പ്രധാന പ്രചോദനമായി തീർന്നത് എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇദ്ദേഹം അവിടെ തിയേറ്റർ നടന്ന ആളല്ലേ? തിയേറ്ററിൻ്റെ ഓണറാണ് ഇദ്ദേഹം, രാജേന്ദ്ര പ്രസാദ്. അത് തന്നെ അല്ലേ? പുള്ളിയുടെ പെറ്റ് നെയിം രാജു എന്നാണ്. രാജു പത്തനംതിട്ട താങ്കളുടെ വീടിനടുത്തുള്ള തിയേറ്ററാണ്, കുറച്ച് 2 കിലോമീറ്റർ ദൂരം. ആ തിയേറ്ററെല്ലാം മാറ്റി ഇദ്ദേഹം മൾട്ടിപ്ലക്സ് ആയി. അടിപൊളി തിയേറ്റർ ആവുന്നു. ഇപ്പം സിനിമയാണ് മൊത്തം അവരുടെ കുടുംബം. ഈ വ്യക്തിയെക്കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ഇത്രയും നന്മയുള്ള ഒരു സഹോദരനെ കിട്ടത്തില്ല ബ്രിട്ടാസെ.
ഞങ്ങൾ ഒന്നിച്ച് 8ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങി. ഞാനും രാജു ആണല്ലോ. പത്തനംതിട്ട 2 കിലോമീറ്റർ. അന്ന് ബസ്സിനുള്ള പൈസ രാജുവിന് വലിയ ഹൈറ്റ് ഇല്ല, വലിയ ഹൈറ്റ് ഇല്ല, എന്നാൽ നല്ല കാണാൻ നല്ല വെളുത്ത ഹാൻഡ്സമാണ്. ആണ്. പക്ഷെ അപ്പോൾ താങ്കളോട് അവിടെ നടക്കുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ ഉള്ളത് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ആയിക്കോട്ടെ. എന്തായിരുന്നാലും ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലും രാവിലെ. ഞാൻ അന്നും ഇന്നും ഞാൻ നല്ല ഷാപ്പാട്ട് വരുന്നു, ഉള്ള കാര്യം പറയാം, നല്ല ഷാപ്പാട്ട് അടിക്കും. ഞാൻ വീട്ടിൽ ചെന്ന് കയറി രാജു എന്ന് വിളിക്കുമ്പോൾ ഉടനെ അമ്മയുടെ ശബ്ദം കേൾക്കാം, രാജു ഇങ്ങി കയറി വാ. ഞാനും രാജു ആണല്ലോ. ഇപ്പം സ്റ്റെപ്സ് കയറി ഇവർ ഈ പടിവാതിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ. വലിയ പഴയ കുടുംബമാണ് ഇവർ പത്തനംതിട്ട. അപ്പം ഞാനത് സ്റ്റെപ്സ് എല്ലാം കയറി അകത്തേക്ക് കയറുമ്പോൾ രാജു ഇങ്ങനെ അകത്തേക്ക് വന്ന് വിളിച്ചാൽ ഞാൻ നേരെ വന്ന ഡൈനിങ് ഹാളിലേക്കാണ്. രാജു അടുത്ത അമ്മയുടെ ശബ്ദം. രാജുവിൻ്റെ അമ്മ, ജന്മം നൽകിയ അമ്മ അത്ര നന്മയുള്ള അച്ഛനും അമ്മയുമായിരുന്നു. ഞാൻ ഇരിക്കും. ഈ ചൂടോട് ദോശ, ഈ നമ്മൾ പറയാം ഇപ്പം ഈ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ കിട്ടുമല്ലോ, അത് മിക്കവാറും തമിഴന്മാരാണ് ഉണ്ടാക്കുന്നത്. വളരെ നൈസായിട്ടുള്ള കട്ടി കുറഞ്ഞിങ്ങനെ ദോശ ഉണ്ടാക്കുമല്ലോ. നമ്മുടെ ചെറിയ വട്ടത്തിലുള്ള തട്ടുദോശയല്ല, പേപ്പർ ദോശ പോലെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഇല്ലാത്ത ഒരു സംഗതി അമ്മ കൊണ്ടിട്ട് തരുന്നത്. നല്ല ഈ പരിപ്പ് പൊടിച്ചതായിരിക്കാം, ഏതോ പൊടി അങ്ങോട്ട് ഇട്ട് നടുക്കൊന്ന് കുഴിക്കാൻ പറയും. കുഴിച്ച് കഴിയുമ്പോൾ നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു തരും. എൻ്റെ ബ്രിട്ടാസെ അവനെ അങ്ങോട്ട് കുഴച്ചിട്ട് ഞാനൊരു 5-6 ദോശ അവിടെ നിന്ന് ഒറ്റയടി അങ്ങ് അടിക്കും. അമ്മ ചൂടോട് ഒന്നിന് പുറകെ അന്നേരം സ്വന്തം മക്കൾക്കല്ല കൊടുക്കുന്നത്, നേരെ എൻ്റെ പ്ലേറ്റിലേക്ക് വരും. അപ്പോൾ ഈ രാജുവിന് അങ്ങോട്ടുള്ള വിളിയുടെ ലക്ഷണം, അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും ഈ പേപ്പർ ദോശ, പിന്നെ ഈ പരിപ്പിൻ്റെ പൊടി അതിൻ്റെ ഉള്ളിൽ മുള്ളൊഴിക്കുന്നതെല്ലാം. എനിക്ക് പണ്ട് ചെറുപ്പം മുതലേ നല്ല ആഹാരം ഭയങ്കര ഇഷ്ടമാണ്, വായിക്ക് രുചി വേണം. അപ്പോൾ ഒരു 7 ദോശ കഴിഞ്ഞ ശേഷം മാത്രമേ ഞങ്ങൾ കൈ കഴുകിയിട്ട് രാജു എവിടെയാണെന്ന് നോക്കുള്ളൂ. അതല്ല, രാജു അവിടെ ശബ്ദമുണ്ട്, അടുത്തൊക്കെ ഇരിക്കും. രാജു ചായ കുടിച്ചുകൊണ്ടിരിക്കാവാം. എന്തായാലും എല്ലാം കൈ കഴുകി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ തുടങ്ങിയ ബന്ധമാണ്. ഇദ്ദേഹത്തിന് തിയേറ്റർ ഉണ്ടല്ലോ, വേണുഗോപാൽ ടാക്കീസ്, അന്നത്തെ ഏറ്റവും നല്ല തിയേറ്റർ പത്തനംതിട്ട. ആ തിയേറ്ററാണ്. എനിക്ക് കൂട്ടുകാരനായതുകൊണ്ട് എനിക്ക് പൈസ കൊടുക്കണ്ടല്ലോ, ഫ്രീ ആയിരുന്നു. ഫ്രീ ആണ്. ഒരു ദിവസം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ചാർജ് ചെയ്തിട്ടില്ല. ഇപ്പം അടിപൊളി തിയേറ്ററുകളാണ്. ഇപ്പം പിന്നെയും പുതിയ കോംപ്ലക്സ് വരുന്നു, ഇദ്ദേഹത്തിൻ്റെ സ്വന്തം. അല്ല, അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മൾട്ടിപ്ലക്സ് വരാൻ പോകുന്നു. അപ്പം ഒരുപക്ഷെ കണ്ട സിനിമ തന്നെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. 2-3 എനിക്ക് പഴയ ഒരു പടം ഓർമ്മയുള്ളത്, 2 പടങ്ങൾ റിപ്പീറ്റ് അവിടെ കണ്ടത് എനിക്ക് ഓർമ്മയുള്ളത്. ഒന്ന് കടത്തുകാരൻ, സത്യൻ്റെ പടമാണ്, സത്യൻ അമ്പിയ. രണ്ടാമത് പഴയ പടം ജ്ഞാനസുന്ദരി. അതൊക്കെ കണ്ടിട്ടുണ്ടോ ബ്രിട്ടാസ്? ആ പടങ്ങൾ ഓർമ്മ കാണത്തില്ല. മനോഹരമായ പടങ്ങളാണ്. പാട്ട് നല്ല പാട്ടുകളാണ്, പക്ഷേ അതിന് വലിയ ലേവം താളമൊന്നുമല്ല വേണ്ടിയത്. ജ്ഞാനസുന്ദരിയിൽ ഏത് പാട്ടാണ് രാജായ പാടാനുള്ള വലിയ കഴിവ്? ചുമ്മാ അല്ല, ചിലപ്പോൾ JB ജംഗ്ഷനിൽ ചിലപ്പോൾ പാടി തെളിയാനുള്ള സാധ്യതയായിരിക്കും. അങ്ങനെ തെളിഞ്ഞ റെഡി 1 2 3 രണ്ടുപേരും മൂള്. പനി നീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ, നിൻ തളിർമയിൽ കൈപോയാലും ചന്തം കുറഞ്ഞിടുമോ, ചന്തം കുറഞ്ഞിടുമോ. അടുത്തത് ഹൈറ്റിൽ നിന്ന് പോകാനുള്ള കഴിവ് തൊണ്ടയൊന്നും. അല്ല, ഇത് ചെറിയ കാര്യമല്ലേ ഇത്.